ഹലോ, ഇന്ന് നമ്മൾ മുള്ളങ്കി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കണം കേട്ടോ. മുള്ളങ്കി സാമ്പാറിലിട്ടാൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ, അല്ലാതെ ഒരു ടേസ്റ്റും ഇല്ല അങ്ങോട്ട് എല്ലാവരും വേണേ. പക്ഷേ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ ഒരു പറ ചോറുണ്ടാകും. അപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായി വരുമ്പം സവോളയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് വയന്ന് വരട്ടെ. വയന്ന് വരുമ്പോൾ നമുക്ക് മുള്ളങ്കിൻ്റെ മുകളിൻ്റെ ഭാഗത്തിലെ ചെറിയ നെയ്സായിട്ട് തൊലി ഒന്ന് ചെത്തി കഴിഞ്ഞ ശേഷം മുള്ളങ്കി ചെറുതായിട്ട് ചതുരത്തിൽ 4 മുറിച്ചെടുക്കാം. എന്നിട്ട് നല്ലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വയന്ന് വരുന്ന ഈ ഉള്ളിലേക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചു കൊടുക്കുക. അതിനുള്ള കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉപ്പും അതേപോലെ തന്നെ ആ പുളിയൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ തന്നെ കുറച്ച് നേരം 2-3 മിനിറ്റ് ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മുള്ളങ്കി ഒന്ന് വാടിയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളകും പൊടിയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പാകത്തിന് എരിവിലാണ് കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് അതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്ത് ആ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ പച്ചക്കൂത്തൊക്കെ ഒന്ന് പോയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചുകൊണ്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. നേരത്തെ നമ്മൾ ഇളക്കിയപ്പോൾ കുറച്ച് പാടിയിട്ടല്ലേ ഉള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് വേവട്ടെ കേട്ടോ. ഇപ്പം നല്ലോണം കുറച്ച് നേരമൊക്കെ ഒന്ന് മൂടി വെച്ചപ്പോൾ തന്നെ നല്ലോണം മുള്ളങ്കിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് പെരുംജീരകവും കുറച്ച് ചെറിയുള്ളിയൊക്കെ ചേർത്ത് നല്ല മയത്തിൽ തേങ്ങ അരച്ചെടുക്കുക. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തോനെ നേരം തിളപ്പിക്കൊന്നും വേണ്ട. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറിയൊരു തള വന്നാൽ മതി കേട്ടോ. അതിനുശേഷം ഒന്ന് വാങ്ങി വെക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതേപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ തൂമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ കറിയൊക്കെ തൂമിച്ചിട്ടുണ്ട് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.